രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്നതിന് പ്രധാനമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് KNM നേതാവ് ഹുസൈൻ മടവൂർ. പൗരത്വത്തിന് മതം പരിഗണിക്കുന്നത് ഗൌരവമേറിയ വിഷയമാണെന്നും ഇതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തത് നല്ല നിലപാടെന്നും ഹുസൈൻ മടവൂർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. എല്ലാ വിഭാഗങ്ങൾക്കും നീതി ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇതിൽ നിന്നും മാറ്റം വരുന്ന അവസ്ഥയാണ് അടുത്ത കാലത്ത് കണ്ടതെന്ന് കോഴിക്കോട് പാളയം ഇമാമും KNM നേതാവുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. പൗരത്വത്തിന് മതം പരിഗണിക്കുന്നത് ഗൗരവമേറിയ വിഷയമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തത് നല്ല നിലപാടാണ്. സംസ്ഥാനത്തിന്റെ നിലപാട് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. പൗരത്വ ഭേദഗതി, നിയമ ഭേദഗതി എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കും എന്നാണ് ആ നിയമത്തിലുള്ളത്. അത് ഇന്ത്യയുടെ രീതിയല്ലല്ലോ. നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നിയമസഭ ഒന്നിച്ച് അതിലുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ച് അതിനെതിർത്തിട്ടുണ്ട്, പ്രമേയം പാസാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യം അങ്ങനെ ചെയ്തത് നമ്മുടെ സംസ്ഥാനമാണ്, കേരളമാണെന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന ഒരു നല്ല വാക്കാണത്. സെൻട്രൽ മാറ്റം വരണമെങ്കിൽ ഈ പ്രാദേശിക പാർട്ടികൾ കൂടിയിരുന്ന് നമ്മുടെ രാജ്യം ഭരിക്കുവാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കണ്ടേ, ഒരു മുന്നണിയായിട്ട്. അത് മാത്രമേ രക്ഷയുള്ളൂ. മുസ്ലിങ്ങളല്ലാത്തവർക്ക് മാത്രം പൗരത്വം നൽകുന്നതിലെ അനീതി ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും ഹുസൈൻ മടവൂർ വ്യക്തമാക്കി. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ എത്ര കണ്ട ആശങ്കയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഹുസൈൻ മടവൂരിന്റെ പ്രതികരണം. ഭരണഘടനാ വിരുദ്ധമായ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് വ്യക്തമാക്കിയ സംസ്ഥാന സർക്കാർ CAA-ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് പ്രകടന പത്രിക പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നതും CAA റദ്ദാക്കുമെന്ന് നേതൃത്വം പറയാത്തതും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. AK ലതീഷ്, കോഴിക്കോട്.